നമസ്കാരം. ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം നിൽക്കുന്നത് ഒരു പ്രത്യേകതരം ജനാധിപത്യ പ്രക്രിയയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ്. ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിലെ 2026 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. എന്നാൽ ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. നിശ്ചയദാർഢ്യം കൊണ്ടും സാങ്കേതികതയും തുല്യ അവസരങ്ങളും കൈകോർക്കുന്ന ഒരു മാതൃകാ പോളിംഗ് ബൂത്താണിത്. കാഴ്ച പരിമിതികളെ മറികടന്ന് രാജ്യത്തിന്റെ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തൊട്ടറിഞ്ഞു പഠിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. യഥാർത്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവിടെയും കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വിദ്യാർത്ഥികൾ വരിയായി എത്തി തങ്ങളുടെ പേര് വിവരങ്ങൾ ഐഡന്റിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നു. പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി അടയാളപ്പെടുത്തുന്ന കാഴ്ച. ജനാധിപത്യത്തിൽ ഓരോ വോട്ടും എത്രത്തോളം അമൂല്യമാണെന്ന് ഓരോ കുട്ടിയും തിരിച്ചറിയുന്നു. ഇനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് സാധാരണ വോട്ടിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടാക്ടൈൽ ബാലറ്റ് പേപ്പറാണ്. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി രഹസ്യ സ്വഭാവത്തോടെ വോട്ട് രേഖപ്പെടുത്താൻ ഈ സംവിധാനം സഹായിക്കുന്നു. ബാലറ്റ് പേപ്പറിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നങ്ങളും ബ്രെയിൽ ലിപിയിലും ഉയർന്നു നിൽക്കുന്ന തൊട്ടറിയാവുന്ന രൂപത്തിലും തയ്യാറാക്കിയിരിക്കുന്നു. വോട്ടർമാർ സ്പർശനത്തിലൂടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് വോട്ട് അടയാളപ്പെടുത്തുന്നു. സ്വയം പര്യാപ്തതയുടെയും ആത്മാഭിമാനത്തിന്റെയും നിമിഷങ്ങളാണിത്. രേഖപ്പെടുത്തിയ വോട്ട് കൃത്യമായി മടക്കി സുരക്ഷിതമായ ബാലറ്റ് ബോക്സിലേക്ക് നിക്ഷേപിക്കുന്നു. ഓരോ പൗരന്റെയും കടമയും അവകാശവും എന്താണെന്ന് അനുഭവത്തിലൂടെ പഠിക്കുകയാണ് ഈ ഭാവി തലമുറ. കൃത്യമായ നിർദ്ദേശങ്ങളും പരിശീലനവും നൽകി അധ്യാപകരും പോളിംഗ് ഉദ്യോഗസ്ഥരും ഇവർക്ക് പിന്തുണയേകുന്നു. പുറത്തുവരുന്ന പരിമിതികൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് മുന്നിൽ തടസ്സമല്ലെന്ന് ഈ കുഞ്ഞുങ്ങൾ തെളിയിച്ചിരിക്കുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് രീതികളെയും മൂല്യങ്ങളെയും കുറിച്ച് പ്രായോഗികമായ അറിവ് നൽകാൻ ഈ പ്രക്രിയയ്ക്ക് സാധിച്ചു. ജനാധിപത്യത്തിന്റെ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.